നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അഞ്ചൽ ഐലറയിലാണ് സംഭവം. ആഴാത്തിപ്പാറ നിരപ്പിൽ റെജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. കേരളത്തിൽ അരമനകളിൽ കയറിയിറങ്ങുന്ന BJP വടക്കേ ഇന്ത്യയിൽ അവരെ അടിച്ചമർത്തുകയാണെന്ന് രമേശ് ചെന്നിത്തല MLA. BJPക്ക് അവിടെ ഒരു നയം, ഇവിടെ വേറൊരു നയവും. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ചെന്നിത്തല. വനിതാ ഡോക്ടറെ കടന്നുപിടിച്ച പ്രതി റിമാൻഡിൽ. പത്തനാപുരം കുണ്ടയം സ്വദേശി സൽദാനാണ് റിമാൻഡിലായത്. ഡോക്ടറുടെ വയൽ തുണി തിരികെ ഉപദ്രവിക്കാനായിരുന്നു ശ്രമം. കരിമണൽ ഖനനത്തിനെതിരെ ദേശീയ പ്രക്ഷോഭം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം തുറമുഖം ഉപരോധിച്ചു. കേന്ദ്ര നയത്തിൽ പ്രതിഷേധം ശക്തം. വിശദമായ വാർത്തകളിലേക്ക്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അഞ്ചൽ ഐലറയിലാണ് സംഭവം. ആഴാത്തിപ്പാറ നിരപ്പിൽ റെജി വിലാസത്തിൽ റെജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളാണ് സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അഞ്ചൽ ഐലറയിൽ ആഴാത്തിപ്പാറ നിരപ്പിൽ റെജി വിലാസത്തിൽ റെജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചെന്നാണ് പോലീസ് പറയുന്നത്. പ്രശോഭയുടെ മൃതദേഹം അടുക്കളയിലും റെജിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടത്. കോടാലി കൊണ്ട് തലക്കടിയേറ്റ് രക്തം വാർന്നാണ് പ്രശോഭ മരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. റെജി ഭാര്യയുമായി വഴക്ക് പതിവായെന്ന് നാട്ടുകാർ പറഞ്ഞു. ഉച്ചകഴിഞ്ഞ് 2:45 കൂടിയിട്ടാണ് ഇവിടുത്തെ തൊട്ടടുത്തുള്ള വീട്ടുകാർ വിളിച്ചത്. അങ്ങനെ ആള് തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അങ്ങനെ വന്ന് കതവ് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ഈ രണ്ടുപേരുടെയും അമ്മ അടുക്കളയിൽ മരിച്ചു കിടക്കുന്നതായിട്ട്, അദ്ദേഹം അവിടെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടെടുക്കുന്നത്. 2 മക്കളാണുള്ളത്, 2 പെൺമക്കളാണുള്ളത്. അതിൻ്റെ മൂത്ത ആളാണ് ഇവിടെ വന്ന് തിരക്കിയപ്പോൾ ആളെ കാണുന്നില്ല, വിളിച്ചിട്ട് അനക്കമില്ല. അങ്ങനെ ജനലിൽ കൂടി നോക്കിയപ്പോഴാണ് അയാൾ കണ്ടത്. അങ്ങനെ തൊട്ടടുത്തുള്ള വീട്ടുകാരെ അയാൾ വിളിച്ചറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെയും വിളിച്ചത്. സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. പുള്ളി മദ്യപിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളതാണൊരു ആദ്യ നിഗമനം. പിന്നെ ബാക്കിയെല്ലാം ഇപ്പോൾ ഫോറൻസിക്കും സയൻറ്റിഫിക്കും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ വന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കൊരു സ്ഥിരീകരണത്തിലേക്ക് വരാനായിട്ട് കഴിയൂ. കഴിഞ്ഞ ദിവസവും രാത്രി വീട്ടിൽ വഴക്കുണ്ടായിരുന്നതായി സമീപവാസികൾ പറയുന്നുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ മകൾ അമ്മയെ ഫോൺ വിളിച്ചെങ്കിലും കിട്ടിയില്ല. മകൾ വീട്ടിലെത്തി ജനലിലൂടെ നോക്കിയപ്പോൾ അച്ഛൻ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. തുടർന്ന് സമീപവാസികളെ അറിയിച്ചു. പോലീസ് എത്തി കതക് ചവിട്ടി തുറന്ന് നോക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. ഫോറൻസിക് വിഭാഗവും സയന്റിഫിക് വിഭാഗവും വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി. ഏരൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തടി കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടു. ചടയമംഗലത്താണ് സംഭവം. റോഡിലെ കയറ്റത്ത് വെച്ച് എഞ്ചിൻ ഓഫായ ലോറി താഴെ കയ്യാലയിലിടിച്ച് നിൽക്കുകയായിരുന്നു. ചടയമംഗലത്താണ് ലോറി അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കടക്കൽ റോഡിലായിരുന്നു സംഭവം. ചടയമംഗലത്തേക്ക് പോയ തടി കയറ്റി വന്ന ലോറി ചടയമംഗലത്ത് കയറ്റത്ത് വെച്ച് എഞ്ചിൻ ഓഫായി നിന്നു. തുടർന്ന് താഴേക്ക് ഉരുണ്ടു. താഴെയുള്ള കയ്യാലയിൽ ലോറി ഇടിച്ചു നിൽക്കുകയായിരുന്നു. വലിയ അപകടമാണ് ഒഴിവായത്. രാത്രി ക്രെയിനും JCBയും ഉപയോഗിച്ച് ലോറി തള്ളി മുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വനിതാ ഡോക്ടറെ കടന്നുപിടിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു. പത്തനാപുരം കുണ്ടയം സ്വദേശി സൽദാനാണ് റിമാൻഡിലായത്. ഡോക്ടറുടെ വായിൽ തുണി തിരികെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു.
ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി വനിതാ ഡോക്ടറെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച യുവാവാണ് അറസ്റ്റിലായത്. പത്തനാപുരം കുണ്ടയം ആലവിള സൽദാൻ മൻസിലിൽ സൽദാനാണ് പത്തനാപുരം പോലീസിന്റെ പിടിയിലായത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഈ സമയം ആശുപത്രിയിൽ ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടറുടെ വായിൽ തുണി തിരികെ കൈകൾ ബന്ധിപ്പിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ തിരികെ തുണി താഴെ വീണു. ഡോക്ടർ ഉച്ചത്തിൽ നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിയെത്തി. ഇതോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വള്ളികുന്നം അദ്വൈത സഭയുടെ നേതൃത്വത്തിൽ ജാതിരഹിത സമൂഹം പുനരുദ്ധാനം എന്ന വിഷയത്തിൽ തുറന്ന സംവാദം നടന്നു. രണ്ടാം അദ്വൈത സഭയുടെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ ദ്വിതീയ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദരുടെ 104ാം സമാധി വാർഷികത്തിന്റെ ഭാഗമായാണ് സംവാദം സംഘടിപ്പിച്ചത്. പത്തനംതിട്ട ജ്ഞാനസാധനാലയം മഠാധിപതി സ്വാമിനി ജ്ഞാനാഭനുഷ്ഠാനന്ദഗിരിയാണ് നീലകണ്ഠ തീർത്ഥപാദരുടെ സമാധിയാചരണവും രണ്ടാം അദ്വൈത സഭയുടെ ഉദ്ഘാടനവും നിർവഹിച്ചത്. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാധിരാജ പരമഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികളുടെ അദ്വൈത ദർശന മാധുര്യം പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള അത്യുദാത്തമായ ഒരു സഭയാണിത്. ഈ സഭയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമാദരണീയനായ അധ്യക്ഷൻ, ഇതിനുവേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ പെരുമുറ്റം രാധാകൃഷ്ണൻജി, എന്നും പ്രശോഭിക്കുന്ന അദ്വൈത സത്യം, അതത്രേ വിദ്യാധിരാജ പരമഭട്ടാരക ചട്ടമ്പി സ്വാമി തിരുവടികൾ. ആ അദ്വൈത സത്യം വിസ്മരിച്ചു പോയതാണ് ഇന്ന് സമൂഹത്തിൽ സമസ്ത മേഖലകളിലും നേരിടുന്ന മൂല്യച്യുതിക്ക് കാരണമായിരിക്കുന്നത്. ആ ബ്രഹ്മതത്വത്തെ സർവദാ ഭാവന ചെയ്യുക. കുഞ്ഞേ, നീ ഈ ദേഹമല്ല. അസ്ഥി, മജ്ജ, മലം, മൂത്രം, രക്തം ഇത്യാദികളുടെ സംഘാതമായിരിക്കുന്ന ഈ ദേഹം, ഈ മാംസപിണ്ഡ കുഞ്ഞെ നീ അല്ല. വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഡോക്ടർ DM വാസുദേവൻ ഓൺലൈനായി മുഖ്യപ്രഭാഷണം നടത്തി. KPMS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുരേന്ദ്രനാഥ് സംവാദം ഉദ്ഘാടനം ചെയ്തു. അദ്വൈത സഭ ഓർഗനൈസിംഗ് സെക്രട്ടറി TD വിജയൻ നായർ വിഷയം അവതരിപ്പിച്ചു. ഡോക്ടർ MB ബാലകൃഷ്ണനെ ആദരിച്ചു. കാവുങ്ങൽ നീലകണ്ഠപിള്ള രചിച്ച ശങ്കരാചാര്യരുടെ ജീവചരിത്ര പുസ്തകം സ്വാമിനി ജ്ഞാനാഭനുഷ്ഠാനന്ദഗിരി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതിക്ക് നൽകി പ്രകാശനം ചെയ്തു. പ്രൊഫസർ OV ഉഷ, പ്രൊഫസർ രാധാകൃഷ്ണൻ നായർ, ഡോക്ടർ R രാമൻ നായർ, ഷാബു ഗോപിനാഥ്, KCCD അഡ്വക്കേറ്റ് ഭാവന, അഡ്വക്കേറ്റ് ശരത്ചന്ദ്ര ബാബു, AR ഗിരീഷ് കുമാർ, ഡോക്ടർ A വിജയരാഘവൻ, P ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. കേരളത്തിൽ അരമനകളിൽ കയറിയിറങ്ങി അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന BJP വടക്കേ ഇന്ത്യയിൽ അവരെ അടിച്ചമർത്തുകയാണെന്ന് രമേശ് ചെന്നിത്തല MLA. BJPക്ക് അവിടെ ഒരു നയം, ഇവിടെ വേറൊരു നയവുമാണെന്ന് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഭരണഘടനയെ തന്നെ തുറുങ്കലിലടയ്ക്കുന്നതാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലൂടെ സംഭവിച്ചതെന്നും അവിടെ ഒരു മനുഷ്യക്കടത്തും നടക്കുന്നില്ലെന്നും ആദിവാസി മേഖലകളിൽ കന്യാസ്ത്രീകൾ നടത്തുന്നത് സേവന പ്രവർത്തനങ്ങളാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അവിടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ അവിടെ പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യക്കടത്തും അവർ നടത്തുന്നില്ല. വാസ്തവത്തിൽ അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഈ കന്യാസ്ത്രീ അമ്മമാരെ ഇത്രയും ദുർഘടമായ സ്ഥലങ്ങളിൽ അവിടെ പോയി, പ്രത്യേകിച്ച് നക്സലൈറ്റ് മൂവ്മെന്റുകൾ ശക്തമായ സ്ഥലങ്ങളിലൊക്കെ പോയി പാവങ്ങളെ സഹായിക്കാം. ദുർഗ, രാജനാൻഗാവ്, കാങ്കേർ, ദന്തേവാഡ ഈ പ്രദേശങ്ങളൊക്കെ വളരെ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളാണ്. പലർക്കും പട്ടിണിയാണ്. ആ സ്ഥലങ്ങളിൽ പോയി അവരെ സഹായിക്കാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും മുന്നോട്ട് വരുന്ന കന്യാസ്ത്രീ അമ്മമാരെ അഭിനന്ദിക്കുകയും അവരെ താങ്ങി നിർത്തുകയുമാണ് ചെയ്യേണ്ടത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും എന്ന പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് മതേതരത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അവരെ അറസ്റ്റ് ചെയ്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ ഏത് മതപരിവർത്തനമാണ് നടത്തുന്നത്? അവിടെ ഏത് കുട്ടികളെയാണ് കടത്തിക്കൊണ്ടുപോയത്? ആ വീട്ടുകാരുടെ അനുവാദത്തോടെ അല്ലേ പോയത്? അച്ഛനമ്മമാർ സമ്മതിച്ചിട്ടല്ലേ അവരെ കൊണ്ടുപോയത്?
അപ്പോൾ ഈ നടപടി അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ്. ഇതിനെതിരായി കേരളം ഒരുമിച്ച് നിൽക്കണം, ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം. മതേതരത്വത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. ഭരണഘടനയെ തന്നെ തടങ്കലിലാക്കുന്ന നടപടിയാണ്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശക്തമായ ബഹുജന മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. CPI കൊല്ലം ജില്ലാ സമ്മേളനം ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 3 വരെ കൊല്ലത്ത് നടക്കും. 32,176 അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 351 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആകെ 430 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 3 വരെ കൊല്ലത്താണ് CPI കൊല്ലം ജില്ലാ സമ്മേളനം നടക്കുക. 430ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 28-ന് കടൽമണൽ ഖനനത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന സെമിനാർ കരുനാഗപ്പള്ളിയിൽ പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഭരണഘടന, ഫെഡറലിസം, മതേതരത്വം എന്ന സെമിനാർ ഓഗസ്റ്റ് 2-ന് കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യും. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ശൂർനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും, കൊടിമര ജാഥ കടയ്ക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്നും, ദീപശിഖ ജാഥ കോട്ടത്തല സുരേന്ദ്രൻ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും, ബാനർ ജാഥ ഉളിയനാട് രാജേന്ദ്രൻ സ്മൃതി കുടീരത്തിൽ നിന്നും സഞ്ചരിച്ച വൈകിട്ട് 4:30-ന് കന്റോൺമെന്റ് മൈതാനിയിൽ എത്തിച്ചേരും. പതാക ജാഥ ശൂർനാട് നിന്നും, കൊടിമരം കടയ്ക്കൽ നിന്നും, ദീപശിഖ ജാഥ കോട്ടാത്തല നിന്നും, ബാനർ ജാഥ ഉളിയനാട് നിന്നും ആരംഭിക്കും. ജാഥകളെല്ലാം 30-ാം തീയതി വൈകിട്ട് ഒരു 4:05 മണിക്ക് കൊല്ലത്ത് സംഗമിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് അനിരുദ്ധൻ എക്സംബല്ലി അദ്ദേഹം പതാക ഉയർത്തും. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം എന്നുള്ള തരത്തിൽ സംഘടിപ്പിച്ചു. ആ കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള സഖാവ് K. പ്രകാശ് ബാബു, KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകവും, അതുപോലെ തന്നെ 31-നാണ് പൊതുസമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. പ്രകടനം ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ റെഡ് ബോളിന്റെ പരേഡ് നടത്താൻ തീരുമാനിച്ചു. 10,000 പേരെ അണിനിരത്തിയുള്ള ചുവപ്പ് സേന മാർച്ച് നടത്തുവാനാണ് പാർട്ടി. ആ മാർച്ച് നമ്മുടെ അസ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് കന്റോൺമെന്റിൽ സമാപിക്കുമ്പോൾ അവിടെ നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുതിർന്ന CPI നേതാവ് അഡ്വക്കേറ്റ് N. അനിരുദ്ധൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. തുടർന്ന് CPIയുടെ 100-ാം വാർഷികാഘോഷവും കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും. 31-ന് വൈകിട്ട് 3-ന് ആശ്രാമ മൈതാനം കേന്ദ്രീകരിച്ച് റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും. കന്റോൺമെന്റ് മൈതാനിയിലെ കാനം രാജേന്ദ്രൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്യും. ഓഗസ്റ്റ് 1-ന് R. രാമേന്ദ്രൻ നഗറിൽ C. കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. 3-ന് വൈകിട്ട് സമ്മേളനം സമാപിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സാം K. ഡാനിയൽ, കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ G. ലാലു എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം തുറമുഖം ഉപരോധിച്ചു. കരിമണൽ ഖനനത്തിനെതിരെയാണ് തുറമുഖ ഉപരോധം സംഘടിപ്പിച്ചത്. കടൽമണൽ ഖനനത്തിനെതിരെ ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കൊല്ലം പോർട്ട് ഓഫീസ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. ഉപരോധ സമരം AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് വരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്നതാണ് കടൽമണൽ ഖനനമെന്ന് അദ്ദേഹം ആരോപിച്ചു. അതിശക്തമായ ഒരു പോരാട്ടത്തിനാണ് ഇന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ 3-4 സമരങ്ങൾ ശ്രീ കണ്ണൻ എന്നോട് സൂചിപ്പിച്ചു. 4 സമരം അല്ലേ, 4 സമരങ്ങൾ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടൽമണൽ ഖനനത്തിനെതിരായി നടത്തുകയുണ്ടായി. ഈ സമരം ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ശ്രീ പ്രതാപൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച നടപടികളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായിട്ടാണ്. ഇതൊരു നയമായി നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത ശേഷം ആരംഭിച്ച നടപടികളുടെ ഭാഗമാണ്. ബ്ലൂ ഇക്കോണമി എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് ആഴക്കടൽ മത്സ്യബന്ധനവും കടലിലുള്ള മണലുകൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുമുള്ള നടപടി ഇതിന്റെ ഭാഗമാണ്. വൻകിട ട്രോളറുകളും ഉപയോഗിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് കോർപ്പറേറ്റുകളെ അനുവദിക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്.
അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജി ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് യേശുദാസൻ, കോൺഗ്രസ് നേതാക്കളായ KC രാജൻ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ്, സൂരജ് രവി, ഗീതാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ കഥകളി രൂപത്തിൽ അരങ്ങിലെത്തിയപ്പോൾ കഥകളി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. ഫാക്ട് മോഹൻ ഒഥല്ലോയായും മധു വാരണാസി ഡെസ്റ്റിമോണയായും കലാമണ്ഡലം പ്രശാന്ത് ഇയാഗോയായും അരങ്ങിലെത്തി. വിവാഹാനന്തരം ഒഥല്ലോയും ഡെസ്റ്റിമോണയുമായുള്ള പ്രണയ സല്ലാപത്തോടെയാണ് ആദ്യ രംഗം തുടങ്ങുന്നത്. കാസിയോട് സമക്ഷം തന്റെ പ്രണയ സമ്മാനം കണ്ട ഒഥല്ലോ ഭാര്യയെ തെറ്റിദ്ധരിക്കുന്നതുൾപ്പെടെയുള്ള രംഗങ്ങൾ ആസ്വാദനത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് അനുവാചകനെ കൊണ്ടുചെല്ലുന്നതായി. ഇയാഗോ എമിലിയയെ വധിക്കുന്നതും കുറ്റബോധത്താൽ ഒഥല്ലോയുടെ മരണവും രംഗഭാഷയെ മനോഹാരിതമാക്കി. വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ നാടകത്തിന്റെ കഥകളി ആവിഷ്കാരം കഥകളി പ്രേമികൾക്ക് നവ്യാനുഭവമായി. മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഒഥല്ലോയുടെ കഥകളി ആവിഷ്കാരം അരങ്ങേറിയത്. 4 രംഗങ്ങളിലായാണ് ഒഥല്ലോ അരങ്ങിലെത്തിയത്. വിവാഹാനന്തരം ഒഥല്ലോയും ഡെസ്റ്റിമോണയും തമ്മിലുള്ള പ്രണയസല്ലാപവും പ്രണയസമ്മാനമായ വസ്ത്രം കൈമാറുന്നതുമാണ് ആദ്യ രംഗത്തിൽ. ഇയാഗോ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഥല്ലോ വന്ന വാർത്തയറിയുന്നതും പ്രഥമ സേനാനായകനായ ഒഥല്ലോയുടെ വളർച്ചയിൽ അസൂയാലുവായ ഇയാഗോ ഒഥല്ലോയെ നശിപ്പിക്കാൻ ഡെസ്റ്റിമോണയെ കാമിക്കുന്ന റോഡ്രിഗോയെ കൂട്ടുപിടിക്കുന്നതുമായ രണ്ടാം രംഗം ആസ്വാദകരെ ഏറെ ആകർഷിച്ചു. കാസിയോ ഡെസ്റ്റിമോണയുടെ അടുത്തെത്തി തന്നെ തിരികെ സേനയിലെടുക്കുന്നതിന് ഒഥല്ലോയോട് ശുപാർശ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതും ഡെസ്റ്റിമോണ അത് സമ്മതിക്കുന്നതും ഇയാഗോയുടെ ഭാര്യ എമിലിയ ഒഥല്ലോ ഡെസ്റ്റിമോണയ്ക്ക് നൽകിയ പ്രണയസമ്മാനം അപഹരിച്ച് ഭർത്താവിന് നൽകുന്നതുമായ ഭാഗമാണ് 3-ാം രംഗത്തിലുള്ളത്. നാലാമത്തെ രംഗത്തിൽ ഡെസ്റ്റിമോണയെ ഒഥല്ലോ അവഹേളിക്കുന്നതും എമിലിയ പ്രണയസമ്മാനം മോഷ്ടിച്ച ചരിത്രം ഒഥല്ലോയെ അറിയിക്കുന്നതും ഇയാഗോ എമിലിയയെ വധിക്കുന്നതുമായ ഭാഗമാണ് 4-ാമതായുള്ളത്. ചതി തിരിച്ചറിഞ്ഞ ഒഥല്ലോ ഇയാഗോയെ അംഗഭംഗം വരുത്തുന്നതും കുറ്റബോധത്താൽ മനസ്സ് തകർന്ന് ഒഥല്ലോ സ്വയം മരണം വരിക്കുന്നതുമായ രംഗങ്ങൾ ഏറെ ഭാവപൂർണമായി അവതരിപ്പിച്ചു. മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു കഥകളി അരങ്ങേറിയത്. മധു വാരണാസിയാണ് ഒഥല്ലോയെ കഥകളി രൂപത്തിലാക്കിയത്. മധു വാരണാസി തന്നെ ഡെസ്റ്റിമോണയായി വേഷമിടുകയും ചെയ്തു. ഫാക്ട് മോഹൻ ഒഥല്ലോയായും കലാമണ്ഡലം പ്രശാന്ത് ഇയാഗോയായും കലാമണ്ഡലം അരുൺ എമിലിയയായും കലാമണ്ഡലം നിധിൻ ബാലചന്ദ്രൻ റോഡ്രിഗോയായും കലാമണ്ഡലം വിശാഖ് കാസിയോയായും രംഗത്തെത്തി. ഏവൂർ കണ്ണമ്പള്ളിൽ കഥകളി യോഗമാണ് കഥകളി രംഗത്ത് എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. കരുനാഗപ്പള്ളി കന്നേറ്റി ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ധനസമാഹരണത്തിന് തുടക്കമായി. രമേശ് ചെന്നിത്തല MLA ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു. ചിങ്ങത്തിലെ ചതയ ദിനത്തിലാണ് ശ്രീനാരായണ ട്രോഫി ജലോത്സവം നടക്കുന്നത്. കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിൽ നടക്കുന്ന ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ ധനസമാഹരണത്തിന് തുടക്കമായി. രമേശ് ചെന്നിത്തല MLA വസ്ത്രവ്യാപാരിയായ ജൌഹറിൽ നിന്നും ധനസമാഹരണത്തിന്റെ ആദ്യ തുക ഏറ്റുവാങ്ങി. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്. ശ്രീനാരായണ പവലിയനിൽ നടന്ന ചടങ്ങിൽ CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന്റെ കണ്ടുവരവ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിച്ചിരിക്കുകയാണ്. നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ വസ്ത്ര വ്യാപാരശാലയായ സുറുമി, ആ സുറുമിയാണ് ഇത്തവണ സുറുമ വെഡിങ് സെൻ്ററാണ് നമ്മുടെ ഫണ്ടുദ്ഘാടനം ഏറ്റുവാങ്ങുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ പ്രമുഖ ചുണ്ടൻവള്ളങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നഗരസഭാ ചെയർമാൻ ശ്രീ പടിപ്പുര ലത്തീഫ്, മുൻ ചെയർമാൻ ശ്രീ കോട്ടയിൽ രാജു, നമ്മുടെ
കൗൺസിലർ ശ്രീമതി ശാലിനി, ജലോത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ പ്രവീൺകുമാർ, അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ വള്ളംകളിയുമായ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ശ്രീ അനിലസ് കല്ലേരി ഭാഗം, നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേരി ഭാഗം, കൗൺസിലർമാരായ ശാലിനി രാജീവൻ, കോട്ടയിൽ രാജു, SNDP യൂണിയൻ പ്രസിഡന്റ് സുശീലൻ, സെക്രട്ടറി സോമരാജൻ, ജനറൽ ക്യാപ്റ്റൻ എസ് പ്രവീൺകുമാർ, കുളച്ചവരമ്പിൽ ഷാജഹാൻ, സുരേഷ് കൊട്ടുകാട്, മുരളീധരൻ, ജോബ്, താഹിർ, കരിമ്പാലിൽ സദാനന്ദൻ, KK രവി, R മുരളി, ബിനോയ് കരിമ്പാലിൽ, സരിത അജിത്ത്, ബഷീർ അവർമാക്സ്, KK രവി, യസുത്തമൻ, സതീശൻ ഭണ്ഡാരത്തുരുത്ത്, തയ്യൽ തുളസി, രാജു കൊച്ചുതൊണ്ടയിൽ, ശിവൻ കൊല്ലക എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഇരുചക്ര വാഹന മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തു. അന്തർജില്ലാ വാഹന മോഷ്ടാക്കളായ കൊട്ടിയം സ്വദേശി ഷിബിൻ, മങ്ങാട് സ്വദേശി നിസാർ എന്നിവരാണ് അറസ്റ്റിലായത്. കുണ്ടറ പോലീസാണ് ഇവരെ പിടികൂടിയത്. അന്തർജില്ലാ വാഹന മോഷ്ടാക്കളെയാണ് കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരക്കേറിയ പ്രദേശങ്ങളിൽ നിന്നും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ഇരുചക്ര വാഹനങ്ങൾ മോഷ്ടിക്കുന്ന കേസിലാണ് കൊട്ടിയം സ്വദേശി ഷിബിൻ, മങ്ങാട് സ്വദേശി നിസാർ എന്നിവരെ പിടികൂടിയത്. പെരുമ്പുഴയിൽ വെച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 16-ന് ഇളമ്പള്ളൂർ പോസ്റ്റ് ഓഫീസിന് സമീപം പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. SHO രാജേഷിന്റെ നേതൃത്വത്തിൽ SIമാരായ അബ്രീഷ്, സച്ചിൻലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും പിടികൂടാൻ കഴിഞ്ഞത്. കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങൾ മോഷ്ടിച്ചതായി ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തഴവ ഗ്രാമപഞ്ചായത്തിലെ ചേലക്കോട്ടുകുളങ്ങര മന്ദിരമുക്ക് കശുവണ്ടി ഫാക്ടറി മുതൽ പാവുമ്പ വരെയുള്ള റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. യാത്രയും ദുസ്സഹമായി. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വാഹനങ്ങളോ ആംബുലൻസോ വിളിച്ചാൽ പ്രദേശത്തേക്ക് വരില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. റോഡാണോ തോടാണോ എന്ന തിരിച്ചറിയാനാകാത്ത സ്ഥിതിയിലാണ് തഴവ ഗ്രാമപഞ്ചായത്തിലെ ചേലക്കോട്ടുകുളങ്ങര മന്ദിരമുക്ക് കശുവണ്ടി ഫാക്ടറി മുതൽ പാവുമ്പ വരെയുള്ള റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങിയതോടെ നരകയാത്രയാണ് ഇതുവഴി. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം വാഹനങ്ങൾ കൊണ്ടുപോലും പുറത്തേക്കിറങ്ങാനാകാതെ വലയുകയാണ് ഇവിടെയുള്ളവർ. വടക്കുവശം കലങ്കിന് പിന്നെ വടക്കുവശം ഒരു 100 മീറ്റർ, ഇത്രയും ഭാഗം റോഡൊന്ന് ഹൈറ്റ് ആയാൽ മതി. വെള്ളം വീട്ടിലോട്ട് കയറുന്നത് നമുക്കൊരു പ്രശ്നമല്ല. വീട്ടിലോട്ട് അങ്ങനെ റോഡ് കയറുന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് കയറാവില്ല. അങ്ങനെയൊക്കെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വാഹനങ്ങൾ വിളിച്ചാൽ എത്താത്ത സാഹചര്യമാണുള്ളത്. ആംബുലൻസ് പോലും ഇതുവഴി വരാൻ മടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കൊണ്ട് ഇവിടുന്ന് അവിടം വരെ കസേര വെച്ച് ചുമന്ന് കൊണ്ടുപോയി. ഈ അച്ഛനും മോനൂടെ ചുമന്ന് കൊണ്ടുപോയി അമ്മൂമ്മയെ കൊണ്ടുപോയത് കഴിഞ്ഞ വർഷം. ഇത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച് നമ്മളിവിടെ ജീവിക്കുന്നത്. പതിറ്റാണ്ടുകളായി തകർന്ന വെള്ളക്കെട്ടായ റോഡിലെ കുഴിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതുകൊണ്ട് രാത്രികാല യാത്ര പലപ്പോഴും അപകടക്കെണിയായും മാറുന്നു. MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും വെള്ളക്കെട്ടിന് ഇതുവരെയും പരിഹാരമുണ്ടായിട്ടില്ല. ഇവിടെ ഒരു 200 മീറ്റർ ഈ കലങ്ങിന് തെക്കുവശോ 200 മീറ്റർ കലങ്ങിന് വടക്കുവശോ റോഡ് ഒരു 2 അടി പൊക്കിയാൽ നമുക്ക് യാത്രാ സൗകര്യം കറക്റ്റായിട്ട് കിട്ടും. അല്ലാതെ പിന്നെ ഇത് വർഷങ്ങളായിട്ടുള്ള പരാതിയാണ്. ഇതുവരെ ആരും തിരിഞ്ഞു നോക്കാറില്ല. MPമാരോടും MLAമാരോടും മറ്റ് ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വെള്ളക്കെട്ടിൽ ദുരിതത്തിലായി 13 കുടുംബങ്ങൾ. പന്മന ആക്കൽ ക്ഷേത്രത്തിന് വടക്കുഭാഗത്തെ പൊതുകുളത്തിന്റെ സമീപത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. ഓട നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുളവും റോഡും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അപകട സാധ്യത വളരെയേറെ. പന്മന ഗ്രാമപഞ്ചായത്തിലെ ആക്കൽ ക്ഷേത്രത്തിന് വടക്കുഭാഗത്തുള്ള പഞ്ചായത്ത് കുളത്തിന്റെ സമീപത്തെ കാഴ്ചയാണിത്. 13ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുന്നത്. ഇത് നമ്മൾ നിൽക്കുന്നത് പന്മന വടുതല വാർഡിലാണ് നിൽക്കുന്നത്. വടുതല ആക്കൽ പ്രദേശമാണ്. ഇത് പഞ്ചായത്ത് കുളമായി കാണുന്നത് പഞ്ചായത്ത് കുളമാണ്. പഞ്ചായത്ത് കുളത്തിന്റെ നവീകരണത്തിന് വേണ്ടി 15 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഇതുവരെയായിട്ട് യാതൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ വാർഡ് മെമ്പറുടെ ഭാഗത്തുനിന്നോ
യാതൊരു അനുകൂലമായ തീരുമാനങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷ കാലയളവ് കൊണ്ട് നമ്മൾ ഈ ദുരിതം അനുഭവിക്കുകയാണ്. ഓട നിർമ്മിച്ചാൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കഴിയും. അതിന് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ വെള്ളക്കെട്ട് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി തരണം. ഇവിടുന്ന് അപ്പുറത്തോട്ട് 30 മീറ്റർ കഴിഞ്ഞ ഓട അതിനകത്തോട്ട് നമുക്ക് കൊടുത്തിട്ട് ഈ വെള്ളക്കെട്ടിന്റെ ഇതൊന്ന് മാറ്റി തന്നാൽ മതി. അതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടുതരണം. പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണന്റെ വാർഡാണിത്. താമസിക്കുന്നത് മെമ്പറും ഭാര്യയൊക്കെയാ. പക്ഷെ അവര് കയറി പോകുന്നത് ഈ വീട്ടിൽ കൂടെ. ഞങ്ങൾ എല്ലാവരും ഈ വെള്ളത്തിൽ കൂടെ കയറി എല്ലാവരും വല്ലവരുടെ വീട്ടിൽ കൂടെ കയറി പോകാൻ പറ്റും. വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പന്മന ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണിത്. 15 ലക്ഷം രൂപയൊന്നും നമ്മൾ വേണമെന്ന് പറയുന്നില്ല. 30 മീറ്റർ ഓട പണിഞ്ഞു തരിക എന്നുള്ള ആവശ്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പല തവണ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ പോലും പുള്ളി മുഖം തിരിഞ്ഞ് നടക്കുന്നതല്ലാതെ യാതൊരു നടപടിയും ഇതിനെടുത്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ പോയപ്പോൾ പുള്ളി അവിടെ ഇല്ല. പുള്ളി നഗരസഭയിൽ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. വൈകിട്ടേ വരുത്തോളം എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും കണ്ട് പന്മന ബാലകൃഷ്ണൻ ഇപ്പോഴും നമ്മൾ കണ്ടിട്ടാണ് വരുന്നത്. ഇവിടെയുള്ള ആൾക്കാരുമായിട്ടെല്ലാം സംസാരിച്ചു. യാതൊരു അധികാരികളെ കണ്ണു തുറക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന അപകടസ്ഥിതിക്കൊപ്പം രോഗഭീതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ അഴുക്ക് വെള്ളത്തിനകത്തൂടെ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ 3 കൊച്ചുങ്ങൾ ഇതിനകത്തൂടെ സ്കൂളിലും ട്യൂഷനും ഒക്കെ പോകുന്നത് 8 മണിയാവും ഇതിനകത്തൂടെ വരാൻ. പിന്നെ അഴുക്ക് വെള്ളമൊക്കെ അങ്ങനെ കാലൊക്കെ വളം കടിക്കുകയൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഇതാക്കി വണ്ടിക്കും എല്ലാം കംപ്ലൈന്റ് ആവുക. പിഞ്ചു കുഞ്ഞുങ്ങൾ അംഗൻവാടി പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ വരാണ് ഈ വെള്ളത്തിൽ നടന്നു പോകുന്നത്. ഇപ്പോൾ 20 ദിവസമായി മഴ തുടങ്ങി കേട്ടോ. 20 ദിവസം കൊണ്ട് ഈ വെള്ളത്തിൽ താണ്ടിയ ഈ കുഞ്ഞുങ്ങൾ വരെ സ്കൂളിൽ വരെ പോകുന്നത്. ഇതിനകത്ത് തന്നെ 3-4 ദിവസം കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളുണ്ട് ഈ വെള്ളത്തെ പേടിച്ച്. ഇത് പുറത്തുനിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഈ കുളത്തിൽ വീണ് കഴിഞ്ഞാൽ ആ ആണിൻ്റെ പൊടി പോലും കിട്ടത്തില്ല. വെറും ശോചനീയ അവസ്ഥയായിപ്പോയി. പന്മന ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവ് കൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങ് മാത്രം. അവർക്ക് വണ്ടി എടുക്കാൻ കാശുണ്ട്. ജനങ്ങളുടെ സഞ്ചാരയോഗ്യമായ റോഡ് നിർമ്മിക്കാൻ വേണ്ടി അവരെ കാശില്ല. ഞങ്ങൾക്ക് ഒറ്റക്കാര്യം പറയാനുള്ളത് പഞ്ചായത്ത് അധികൃതരോട്, അധികാരികളെ കണ്ണു തുറക്കും. ഞങ്ങൾക്ക് ഓട സംബന്ധമായ കാര്യങ്ങൾ നേടിത്തരിക, ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരിക. ഇത്രേ നമുക്ക് പറയാനുള്ളൂ. എന്നാൽ ബന്ധപ്പെട്ടവർ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അഞ്ചൽ ഐലറയിലാണ് സംഭവം. ആഴാത്തിപ്പാറ നിരപ്പിൽ റെജി, ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത്. കേരളത്തിൽ അരമനകളിൽ കയറിയിറങ്ങുന്ന BJP വടക്കേ ഇന്ത്യയിൽ അവരെ അടിച്ചമർത്തുകയാണെന്ന് രമേശ് ചെന്നിത്തല MLA. BJPക്ക് അവിടെ ഒരു നയം, ഇവിടെ വേറൊരു നയവും. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ചെന്നിത്തല. വനിതാ ഡോക്ടറെ കടന്നുപിടിച്ച പ്രതി റിമാൻഡിൽ. പത്തനാപുരം കുണ്ടയം സ്വദേശി സൽദാനാണ് റിമാൻഡിലായത്. ഡോക്ടറുടെ വയൽ തുണി തിരികെ ഉപദ്രവിക്കാനായിരുന്നു ശ്രമം. കരിമണൽ ഖനനത്തിനെതിരെ ദേശീയ പ്രക്ഷോഭം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊല്ലം തുറമുഖം ഉപരോധിച്ചു. കേന്ദ്ര നയത്തിൽ പ്രതിഷേധം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.